വിരവിരാട കുമാര വിഭോ ചാരുതര ഗുണസാഗര ഭോ. വിരവിരാട കുമാര വിഭോ ചാരുതര ഗുണസാഗര ഭോ മരലാവണ്യ. ഈ തിരുവാതിര പാട്ടുകൾ കേൾക്കാത്ത മലയാളിയുണ്ട്. നൊസ്റ്റാൾജിയ തരുന്ന ഒരു തിരുവാതിര ഗാനമാണല്ലോ ഇത്. ഇരയിമ്മൻ തമ്പിയുടെ അതിമനോഹരമായ ഒരു രചനയാണിത്. പിന്നെ തിരുവാതിര പാട്ടുകളിലേക്ക് വന്നു, പലരും ഇതിന് സംഗീതം കൊടുത്തു. ഇതിന് പഴയ ചിരപുരാതനമായ ഒരു ശൈലി മാത്രമേ ഉള്ളൂ. ആ ശൈലിയിൽ തന്നെയാണ് പിന്നെയുള്ള സംഗീതജ്ഞരൊക്കെ തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ചിത്രചേച്ചിയും പാടിയിട്ടുള്ളത് അങ്ങനെയാണ്. മാരലാവണ്യ, കാമദേവൻ്റെ ലാവണ്യത്തോടു കൂടിയവൻ. ഈ രീതിയിലാണ് ഇതിലെ നമ്മുടെ ഭഗവാനെ സങ്കല്പിക്കുന്നത്. മാരൻ്റെ ലാവണ്യം, മാരൻ ആരാണെന്നറിയില്ലേ? കാമദേവനാണ്. കാമദേവൻ്റെ സൗന്ദര്യത്തോടു കൂടിയവൻ. കാമദേവന് ശരീരമുണ്ടോ? ഇല്ല. കാമദേവൻ വിഷ്ണുപുത്രനാണ്, വിഷ്ണുവിൻ്റെ മകനാണ്. പക്ഷേ അനംഗഹ ന അസ്തി അംഗഹ യസ്യ സഹ. അംഗമില്ലാത്തവനാണ് കാമദേവൻ. ഈ അംഗമില്ലാത്ത കാമദേവനാണ് ജനങ്ങളെ പരസ്പരം പ്രണയിപ്പിക്കുന്നത്. എത്ര മനോഹരമായാണ് പരിണയത്തിലെ ഗാനം നമ്മുടെ യൂസഫ് അലി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. 5 ശരങ്ങളും പോരാതെ മന്മഥൻ നിൻചിരി സായകമാക്കി. ശരീരമില്ലാത്ത കാമദേവനായിരുന്നു തീവ്ര തപസ്സിന് അടിമയായ പാർവതി ദേവിക്ക് തൻ്റെ വ്രതത്തിന് ഉശിര് ലഭിക്കാൻ വേണ്ടി ഇന്ദ്രൻ്റെ കൽപ്പനപ്രകാരം കാമം കുത്തിവെക്കുന്നത് ശിവനിൽ. അങ്ങനെ ശിവൻ കണ്ണു തുറന്നപ്പോൾ ഒരു നിമിഷം ശിവൻ സ്തംഭിച്ചു പോവുകയാണ്. സ്ത്രീ വിദ്വേഷിയായ ശിവൻ ഒരു സെക്കൻഡോടെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകുന്നു. ഉടൻ 3-ാം കണ്ണ് തുറക്കുകയാണ്. കാമദേവൻ ഭസ്മമായി. ആ ഭസ്മമാകുന്ന സമയത്ത് കുമാരസംഭവത്തിൽ 5-ാം സർഗത്തിൽ തൻ്റെ ആ ലാവണ്യമയമായ രൂപത്തെ ശപിക്കുന്നു പാർവതി. പാർവതി ശപിക്കുകയാണ്. എന്തിന് എനിക്കിത്ര നല്ലൊരു രൂപം തന്നു? സ്വയം ശപിക്കുന്നു തൻ്റെ ശരീരത്തെ. എത്ര മനോഹരമായാണ് കാളിദാസൻ ആ വരികൾ കുറിച്ചിട്ടതെന്ന് നിങ്ങളറിയണം. അതാണ് ഉപമ കാളിദാസസ്യ എന്ന മഹത്വം നാം കേൾക്കുന്നത്. തഥാ സമക്ഷം ദഹതാ മനോഭവം പിനാകിന ഭഗ്ന മനോരഥാസതി നിനിന്റെ രൂപം ഹൃദയേന പാർവതി പ്രിയേഷു സൗഭാഗ്യഫലാഹി ചാരുത. തൻ്റെ സൗന്ദര്യം ആരാസ്വദിക്കാനുള്ളതാണ്? തൻ്റെ ഭർത്താവ്, തൻ്റെ പ്രിയപ്പെട്ടവൻ ആസ്വദിക്കാനാണ് എന്ന തത്വം ലോകത്തിന് കൊടുത്തത് പാർവതിയാണ്. ഇന്ന് സ്ത്രീകളൊക്കെ തന്നെ അങ്ങേയറ്റം തന്നെ ശരീരത്തിനെ മുഴുവനും മറക്കാതെ കാണാൻ പറ്റുന്ന രീതിയിൽ അന്യപുരുഷനാണ് തൻ്റെ ശരീരം പ്രദർശിപ്പിക്കുന്നത്. ആരും എന്നോട് വിദ്വേഷബുദ്ധി വെച്ച് സംസാരിക്കരുത്. സത്യമല്ലേ? എവിടെ പോയാലും നാം എന്താണ് കാണുന്നത്? ശരീരത്തിനെ മുഴുവനും പുറത്ത് കാണിച്ചുകൊണ്ട് പുരുഷനെ മത്ത് പിടിപ്പിക്കുന്ന സ്ത്രീകളാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മുഴുവനും. വലിയൊരു ശതമാനവും അങ്ങനെയാണ്. പക്ഷെ എത്ര പേരുണ്ട് നല്ല അസലായി സാരി ധരിച്ച് ഇപ്പോഴും ശരീരത്തിൻ്റെ ഓരോ ഭാഗവും മറക്കുന്ന സ്ത്രീകളില്ലേ? ഇവിടെ അനങ്കൻ്റെ കാമദേവൻ്റെ ശരീരം ഭസ്മമാക്കിയപ്പോൾ പാർവതി സ്വയം ശപിക്കുകയാണ്. തഥാ സമക്ഷം ദഹതാ മനോഭവം പിനാകിന ഭക്തമനോരഥാസതി. ശിവനാൽ കാമദേവൻ്റെ ശരീരം വെണ്ണീറായപ്പോൾ തൻ്റെ മനോരഥം, തൻ്റെ ആഗ്രഹം മുഴുവൻ നശിച്ചു എന്ന് മനസ്സിലാക്കിയ പാർവതി എന്തു ചെയ്യുന്നു? തൻ്റെ ശരീരത്തിനെ നിന്ദിക്കുന്നു. പ്രിയേഷു സൗഭാഗ്യഫലാഹി ചാരുത. എന്താണ് സൗന്ദര്യം? പ്രിയേഷു സൗഭാഗ്യഫലാഹി. തൻ്റെ പ്രിയപ്പെട്ടവൻ ആസ്വദിക്കാനാണ് സൗന്ദര്യം. തൻ്റെ പ്രിയപ്പെട്ടവൻ, താൻ ഇഷ്ടപ്പെടുന്ന പരമശിവൻ തൻ്റെ ശരീരത്തെ കാക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്നറിയുന്ന പാർവതി എന്തിനീ രൂപം എനിക്ക് നൽകിയെന്ന് സ്വയം ശപിക്കുന്നു. ഒരു വലിയ മുഹൂർത്തമാണ് 5-ാം സർഗത്തിലെ ആ വരികൾ. എന്നിട്ടും കാളിദാസൻ തൻ്റെ രചന നിർത്തിയില്ല. 9-ാം സർഗത്തിൽ കാളിദാസൻ്റെ തൂലിക അതിരുവിടുന്നുണ്ട്. പാർവതിയുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വരികൾ അതിര് കടന്നപ്പോൾ ഷി വാസ് കേഴ്സ്ഡ് ബൈ പാർവതി. പാർവതി ശപിക്കുന്നു. അങ്ങനെയാണ് കുമാരസംഭവം 9-ാം സർഗത്തിൽ നിർത്തിവെക്കുന്ന ഒരവസ്ഥ ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. കവിലോകത്ത് പറയപ്പെടുന്നു. BA സംസ്കൃതം ക്ലാസ്സിൽ ബ്രണ്ണംകുളയെ പഠിക്കുമ്പോൾ എൻ്റെ ഒരു സാറ് പറഞ്ഞ വാക്കുകൾ എനിക്കിപ്പോഴും അത് ചെവിയിലുണ്ട്. 8-ാം സർഗം മാത്രമേ കുമാരസംഭവം പൂർണ്ണമായി എൻ്റെ കൈവശമുള്ള
കാളിദാസ സാരസർവസ്വത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. 9ാം സർഗം ഞാൻ കണ്ടിട്ടില്ല. ബ്രണ്ണൻ കോളേജിലെ എൻ്റെ സാറിൻ്റെ വാക്കുകൾ എൻ്റെ ഓർമ്മയിൽ നിന്നും ഞാൻ തപ്പിയെടുക്കുന്നത്. ഞാൻ എന്തിനാണ് ഇത്രത്തോളം വിശദമായി ഈ ചർച്ച ചെയ്തത് എന്ന് നിങ്ങൾ അറിയണം. ധനുമാസത്തിലെ തിരുവാതിര വരികയാണ് ഈ ശനിയാഴ്ച. 2026 ജനുവരി 3-ാം തീയതി, അതായത് 1201 ധനു 19-ാം തീയതി തിരുവാതിര വരികയാണ്. ഇതാണ് ധനുമാസത്തിലെ തിരുവാതിര. തിരുവാതിര ശിവൻ്റെ നക്ഷത്രമാണ്. പാർവതി ദേവി ശിവനെ ലഭിക്കാൻ വേണ്ടി തിരുവാതിര വ്രതം എടുത്തിരുന്നു. ഈ തിരുവാതിര പ്രധാനമായും വരുന്നത് ശനിയാഴ്ചയാണെങ്കിലും അന്ന് പൗർണമിയാണ്. വളരെ വിശേഷമാണ്. തിരുവാതിര വിശേഷപ്പെട്ട് 2 സങ്കല്പങ്ങളാണ്. ഒന്ന്, ശിവനെ ലഭിക്കാൻ വേണ്ടി പാർവതി തപസ് ചെയ്ത തീവ്രമായ തപസ് ചെയ്യും. മറ്റൊന്ന്, ശിവപാർവതി വിവാഹം നടന്നത് തിരുവാതിര നാളിലാണെന്ന് പറയപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഐതിഹ്യം, ഇത് ഭഗവാൻ കൃഷ്ണനുമായി നോർത്ത് ഇന്ത്യയിൽ വളരെയധികം പ്രചാരം നേടി വടക്കേ ഇന്ത്യയിൽ കൃഷ്ണനെ ലഭിക്കാൻ വേണ്ടി ഗോപസ്ത്രീകൾ തപസ് ചെയ്ത ദിനം കൂടിയാണ് ഈ ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയപ്പെടുന്നു. ഏതായാലും തിരുവാതിര വളരെ ഉത്തമമായി ഇന്ന് കേരളത്തിൽ ആചരിക്കപ്പെടുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും ഇനി വലിയ പ്രാധാന്യമാണ്. ശൈവാരാധനയുടെ ഭാഗമായി ശൈവർ, ശിവഭക്തർ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലുമായി ശിവനെ ആചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നറിയുക. യഥാർത്ഥത്തിൽ തിരുവാതിരയുടെ തലേന്നാൾ മകേര്യം നാളിൽ വ്രതമെടുക്കും സ്ത്രീകൾ. അത് തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്. തിരുവാതിര നാളിലെടുക്കുന്ന, ഉറക്കമൊഴിഞ്ഞ് തിരുവാതിര നാളിലെടുക്കുന്ന തിരുവാതിര വ്രതമോ തൻ്റെ ഭർത്തൃശ്രേയസ്സിന്, ദീർഘ മാംഗല്യ സൗഭാഗ്യത്തിന്, തൻ്റെ മക്കൾക്ക് വേണ്ടി, അതിനു പുറമെ യുവതികൾ തങ്ങൾക്ക് ഉത്തമനായ ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയും ആചരിക്കുന്ന വ്രതമാണ് തിരുവാതിര വ്രതമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. ഈ തിരുവാതിര വ്രതത്തിൽ ഭർത്തൃമതിയായ സ്ത്രീകൾ ഭർത്താവ് ഉണരുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് തങ്ങളെ കാണാൻ പാടില്ല. അതിനു മുമ്പ് കുളിച്ച് കുളത്തിൽ പോയി മുങ്ങിക്കുളിക്കും. എന്നിട്ട് വന്ന് നല്ല ഭംഗിയായി ദശപുഷ്പങ്ങൾ അണിഞ്ഞ് ലാവണ്യവതികളായ അങ്കനമാർ വെറ്റില മുറുക്കിക്കൊണ്ടാണ് എല്ലാ ചടങ്ങുകളിൽ പങ്കെടുക്കുക. അവർ നന്നായി അന്ന് പൂർണ്ണവ്രതത്തോടു കൂടി അരിഭക്ഷണം കഴിക്കില്ല. അന്ന് തിരുവാതിര പുഴുക്കാണ്. തിരുവാതിര പുഴുക്ക്, എട്ടങ്ങാടി വിഭവം, കൂവ കുറുക്കിയത്, ഇതൊക്കെയാണ് അരിഭക്ഷണത്തിന് പകരമായി അന്ന് ലാവണ്യവതികളായ സ്ത്രീകൾ, കന്യകമാർ ഒക്കെ തന്നെ അരിഭക്ഷണത്തിന് പകരമായി കഴിക്കുന്നത്. അവർ അന്ന് ഊഞ്ഞാലാടി ഭദ്രദൈവത്തിന് മുന്നിൽ കൈകൊട്ടിപ്പാടി പിന്നീട് തിരുവാതിരക്കളിയും നടത്തുന്നു. കോടി വസ്ത്രം ധരിച്ച അങ്കനമാർ ശിവക്ഷേത്ര ദർശനം ചെയ്ത്, ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത്, ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് അവിടെ ഉമാമഹേശ്വര പൂജ നടത്തുന്നു. ഇപ്രകാരം വളരെ ഭംഗിയായി ഭാരതമെങ്ങും ആചരിക്കുന്ന ഒരു വിശേഷപ്പെട്ട ഉത്സവമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്ന് അറിയുക. തിരുവാതിര എല്ലാ ശുഭകാര്യങ്ങൾക്കും നിഷിദ്ധമായ ഒരു നക്ഷത്രമാണ്. 7 നക്ഷത്രങ്ങൾ പറ്റില്ല. യമരുദ്രാഹി, മുപ്പൂരം, തൃക്കേട്ട ഇവ 7 നാൾ. യമൻ എന്നാൽ ഭരണി, രുദ്രൻ എന്നാൽ തിരുവാതിര, അഹി ആയില്യം, പൂരം, പൂരാടം, പുരൂരുട്ടാതി, തൃക്കേട്ട. ഈ 7 നാളുകൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകവൻ വര എന്നാണ്. വിത്തിട്ടാൽ പൊടിക്കില്ല, യാത്ര പോയാൽ തിരിച്ചു വരില്ല. പക്ഷേ തിരുവാതിരയ്ക്കൊരു പ്രത്യേകതയുണ്ട്. വിദ്യ നൽകുവാൻ ഏറ്റവും നല്ല ദിനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഹരിശ്രീ ഗണപതിയെ ആദ്യാക്ഷരം കുറിക്കുവാൻ ഏറ്റവും നല്ല ദിനമാണ് തിരുവാതിര നക്ഷത്രം. അതിനാൽ ഈ ശനിയാഴ്ച പലപ്പോഴും മുടങ്ങിപ്പോയവർക്ക് എന്ത് ചെയ്യാം? കുട്ടികൾക്ക് ആദ്യാക്ഷരം നൽകാം. മറ്റൊരു പ്രത്യേകതയുണ്ട്, പൗർണമിയാണ്, പൂർണ്ണചന്ദ്രനാണ് അന്നത്തെ ദിനം, തിരുവാതിര നക്ഷത്രമാണ്. ശനിയാഴ്ചയും അഭേദ്യമായി ശൈവമായ ബന്ധമുള്ള ദിനമാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ജനുവരി 3-ാം തീയതി വേണമെങ്കിൽ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം നൽകുവാൻ അനുകൂലമായ ദിനമാണെന്ന് കൂടി അറിയുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഉത്തമമായ ധനുമാസത്തിലെ തിരുവാതിര ദിന ആശംസകൾ നേരുന്നു. നന്ദി, നമസ്തേ.